ഇന്ത്യൻ പ്രതിരോധ ചരിത്രത്തിലെ ഏറ്റവും നിർണായകമായ ഒരു മാറ്റത്തിന് രാജ്യം സാക്ഷ്യം വഹിക്കാൻ പോവുകയാണ്. സ്വാതന്ത്ര്യത്തിന് ശേഷം ഇതുവരെ കാണാത്ത വിധത്തിലുള്ള ഒരു ഉടച്ചുവാർക്കലിനാണ് നമ്മുടെ സൈന്യം തയ്യാറെടുക്കുന്നത്. ഇന്ന് വരെ നമ്മൾ കണ്ടത് കരസേനയും വ്യോമസേനയും നാവികസേനയും അവരുടേതായ രീതിയിൽ ശത്രുക്കളെ നേരിടുന്നതാണ്. എന്നാൽ ഇനി മുതൽ ശത്രു ആര് എന്നതിനനുസരിച്ച് സേനകൾ പ്രവർത്തിക്കും. പാകിസ്ഥാനെ നേരിടാൻ വ്യോമസേനയുടെ നേതൃത്വത്തിൽ ഒരു ടീമും ചൈനയെ നേരിടാൻ കരസേനയുടെ നേതൃത്വത്തിൽ മറ്റൊരു ടീമും വരുന്നു. ഇതാണ് ഇന്ത്യയുടെ പുതിയ തിയേറ്റർ കമാൻഡ് വിപ്ലവം. എന്താണ് ഈ പദ്ധതി? എങ്ങനെയാണ് ഇത് പ്രാവർത്തികമാകുക? നമുക്ക് നോക്കാം. നിലവിൽ ഇന്ത്യൻ സൈന്യത്തിന് 17 വ്യത്യസ്ത കമാൻഡുകളുണ്ട്. കരസേനയ്ക്ക് 7, വ്യോമസേനയ്ക്ക് 7, നാവികസേനയ്ക്ക് 3. ഒരു യുദ്ധമുണ്ടായാൽ ഈ 17 കേന്ദ്രങ്ങളെയും ഏകോപിപ്പിക്കുക എന്നത് വലിയൊരു തലവേദനയാണ്. ഇവിടെയാണ് തിയേറ്റർ കമാൻഡിന്റെ പ്രസക്തി. ലളിതമായി പറഞ്ഞാൽ ഒരു നിശ്ചിത ഭൂപ്രദേശത്തെ സുരക്ഷാ ചുമതല ഒരു കമാൻഡറെ ഏൽപ്പിക്കുന്നു. അദ്ദേഹത്തിന്റെ കീഴിൽ കര, വ്യോമ, നാവിക സേനകളിലെ സൈനികരും ആയുധങ്ങളും വിമാനങ്ങളും ഉണ്ടാകും. അതായത് യുദ്ധമുണ്ടായാൽ ഡൽഹിയിൽ നിന്നുള്ള അനുമതിക്കായി കാത്തു നിൽക്കാതെ ആ തിയേറ്ററിലെ കമാൻഡറിന് ഉടനടി തീരുമാനങ്ങൾ എടുക്കാം. പുതിയ തീരുമാനപ്രകാരം ഇന്ത്യയെ പ്രധാനമായി 3 തിയേറ്ററുകളായി തിരിക്കും. അതിൽ വെസ്റ്റേൺ തിയേറ്ററിന്റെ ആസ്ഥാനം ജയ്പൂർ ആയിരിക്കും. പാകിസ്ഥാൻ അതിർത്തി ലക്ഷ്യമിട്ടുള്ള ഈ കമാൻഡിന്റെ തലവൻ വ്യോമസേനയിലെ ഉദ്യോഗസ്ഥനായിരിക്കും. പാകിസ്ഥാന്റെ വ്യോമ പ്രതിരോധത്തെ തകർക്കാനും മിന്നൽ ആക്രമണങ്ങൾ നടത്താനും വ്യോമസേനയ്ക്കുള്ള വൈദഗ്ധ്യം ഇവിടെ മുതൽക്കൂട്ടാകും. രണ്ടാമത്തെ നോർത്തേൺ തിയേറ്ററിന്റെ ആസ്ഥാനം ലക്നൗ ആയിരിക്കും. ചൈനീസ് അതിർത്തിയിലെ വെല്ലുവിളികൾ നേരിടുന്ന ഈ സംഘത്തിന്റെ ചുമതല കരസേനയ്ക്കായിരിക്കും. ലഡാക്ക് മുതൽ അരുണാചൽ പ്രദേശ് വരെയുള്ള ദുർഘടമായ മലനിരകളിൽ ചൈനീസ് കടന്നുകയറ്റം തടയാൻ കരസേനയുടെ ശക്തമായ വിന്യാസം ഇതിലൂടെ സാധ്യമാകും. മൂന്നാമത്തേത് മാരിടൈം തിയേറ്ററാണ്. സമുദ്ര സുരക്ഷ ഉറപ്പാക്കാൻ നാവികസേനയുടെ നേതൃത്വത്തിൽ ഇത് പ്രവർത്തിക്കും. ഇന്ത്യൻ മഹാസമുദ്രത്തിൽ ചൈനയുടെ നീക്കങ്ങൾ നിരീക്ഷിക്കാനും തടയാനും ഇത് നിർണായകമാകും. പുതിയ മാറ്റങ്ങളിലൂടെ വലിയ മുന്നേറ്റങ്ങൾ സേനയ്ക്ക് ഉണ്ടാക്കാൻ കഴിയുമെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. ഒന്നാമതായി പണം ലാഭിക്കുക. ഓരോ സേനയും വെവ്വേറെ ആയുധങ്ങൾ ഉപയോഗിക്കുന്നതിന് പകരം സംയുക്തമായി ആക്രമണങ്ങൾ ഏകോപിപ്പിക്കാം. രണ്ടാമതായി ആശയവിനിമയം വേഗത്തിലാകും. ഉദാഹരണത്തിന് അതിർത്തിയിൽ കരസേനയ്ക്ക് വ്യോമസേനയുടെ സഹായം വേണമെങ്കിൽ മുമ്പത്തേതുപോലെ നീണ്ട നടപടിക്രമങ്ങൾ വേണ്ടിവരില്ല. അമേരിക്ക, ചൈന തുടങ്ങിയ രാജ്യങ്ങൾ പണ്ട് തന്നെ ഈ രീതിയിലേക്ക് മാറിക്കഴിഞ്ഞു. വൈകിയാണെങ്കിലും ഇന്ത്യ ഈ വിപ്ലവകരമായ മാറ്റത്തിന് തുടക്കമിടുന്നത് ചൈനീസ് ഭീഷണിയെ മുന്നിൽ കണ്ടാണ്. ഈ നീക്കങ്ങൾ ഇന്ത്യയെ ഒരു ആഗോള പ്രതിരോധ ശക്തിയായി മാറ്റുമെന്നത് ഉറപ്പാണ്. തിയേറ്റർ കമാൻഡ് വരുന്നതോടെ സേനകൾക്കിടയിലെ ഒറ്റപ്പെട്ട പ്രവർത്തന രീതി അവസാനിക്കും. കരസേനയുടെ ടാങ്കുകൾക്ക് എപ്പോൾ വ്യോമസേനയുടെ കവർ വേണമെന്നും നാവികസേനയുടെ മിസൈലുകൾ എപ്പോൾ കരസേനയുടെ നീക്കങ്ങൾക്ക് കരുത്ത് പകരണമെന്നും ഒരൊറ്റ കമാൻഡറുടെ കീഴിൽ കൃത്യമായി ആസൂത്രണം ചെയ്യപ്പെടും. ഇത് യുദ്ധഭൂമിയിലെ പ്രകടനശേഷി ഇരട്ടിയാകും. മറ്റൊരു വലിയ നേട്ടം ആയുധങ്ങളുടെയും ഭക്ഷണത്തിന്റെയും ഇന്ധനത്തിന്റെയും വിതരണമാണ്. ഓരോ സേനയും വെവ്വേറെ ലോജിസ്റ്റിക് ശൃംഖലകൾ സൂക്ഷിക്കുന്നതിന് പകരം സംയുക്ത ലോജിസ്റ്റിക് നോഡുകൾ വഴി വിഭവങ്ങൾ എത്തിക്കാം. ഇത് യുദ്ധകാലത്ത് അത്യാവശ്യമായ ആയുധങ്ങളും മറ്റും അതിവേഗം മുൻനിരയിൽ എത്തിക്കാൻ സഹായിക്കും. ചീഫ് ഓഫ് ഡിഫൻസ് സ്റ്റാഫ് ജനറൽ അനിൽ ചൗഹാന്റെ നേതൃത്വത്തിൽ നടക്കുന്ന ഈ ഉടച്ചുവാർക്കൽ ഇന്ത്യൻ സൈനിക ശേഷി കൂടുതൽ ശക്തമാക്കും. 3 സേനാ തലവന്മാരും സംയുക്തമായി ഒരു ലക്ഷ്യത്തിലേക്ക് നീങ്ങുന്നത് ഇന്ത്യൻ സൈനിക ചരിത്രത്തിലെ ഏറ്റവും വലിയ ഒരു ഭരണപരമായ മാറ്റമാണ്.